കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ, അഗ്രികൾച്ചർ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ ഏകദേശം 1,00,000-ഓളം സീറ്റുകളിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടാൻ നമ്മുടെ കേരളത്തിലെ കാസർഗോഡ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള CUET എക്സാമിനേഷന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. അപ്ലൈ ചെയ്യേണ്ടത് CUET.nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ നോട്ടിഫിക്കേഷൻസ് മനസ്സിലാക്കുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ജാനുവരി 26 3 മുതൽ 30th ഇൻ ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഈ എക്സാമിനേഷൻ ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. എക്സാം നടക്കുന്നത് മെയ് 11th 30th ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ഈ എക്സാമിനേഷന് നമുക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലാണോ അഡ്മിഷൻ എടുത്ത് ഏത് കോഴ്സുകളാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന് അഡ്മിഷന് വേണ്ട സബ്ജക്റ്റുകൾ മാത്രം ഇപ്പോൾ സെലക്ട് ചെയ്യുക, പരീക്ഷ എഴുതുക. ഇപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നോ ഏത് കോഴ്സിൽ പഠിക്കണമെന്നോ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ ഏതൊക്കെ കോഴ്സുകൾ എക്സാമിനേഷൻ എഴുതണമെന്ന് മാത്രം തീരുമാനിക്കണം. എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. എക്സാമ്പിൾ ICARന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഓർ മാത്സ് പഠിച്ചിരിക്കണം. അപ്പോൾ ഈ സബ്ജക്റ്റുകളാണ് CUET എക്സാമിനേഷൻ എഴുതേണ്ടത്. ഇങ്ങനെ ഏത് ഡിഗ്രി കോഴ്സാണോ ടാർഗറ്റ് ചെയ്യുന്നത് അതിന് വേണ്ട എലിജിബിൾ ആകുന്ന സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്തുകൊണ്ട് CUET എക്സാമിനേഷൻ എഴുതുക. ഇനി CUET എക്സാമിനേഷന് പഠിക്കേണ്ടതോ 11th 12th ഗ്രേഡിലെ പോർഷൻസ് മാത്രം. അപ്പോൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഡിഗ്രി കോഴ്സിന് പഠിക്കാൻ 11th 12th ഗ്രേഡിലെ പോർഷൻസ് നന്നായിട്ട് പഠിച്ച് CUET എക്സാമിനേഷൻ എഴുതി നല്ല വിജയത്തോടെ ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ, ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ 1,00,000-ഓളം സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പാക്കാം. ഇന്ന് തന്നെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിന്റെ പാർട്ടായി മാറുക. എൻട്രൻസിന്റെ പുതിയൊരു അപ്ഡേറ്റ്സും ന്യൂസുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.